കലുങ്കിലിരുന്ന് സംവാദം നടത്തുന്ന പരിപാടിയിൽ വീണ്ടും വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് നടനും തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി സാർ. തൃശൂരിലെ വോട്ട് വിവാദത്തെക്കുറിച്ചും കലുങ്ക് സംവാദ പരിപാടിയിൽ സുരേഷ് ഗോപി പ്രതികരിച്ചു. ജയിക്കുക പോലുമില്ല എന്ന് പറഞ്ഞ തൃശൂരിൽ നിന്നാണ് തനിക്ക് ജയിക്കാൻ സാധിച്ചതെന്നും ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ച് ജയിച്ച ആളുകളാണ് തന്നെ കുറ്റം പറയുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJPക്ക് സ്വാധീനമുള്ള പാലക്കാടും തിരുവനന്തപുരത്തും അല്ല ഞാൻ നിന്ന് ജയിച്ചത്. ജയിക്കുക പോലുമില്ല എന്ന് പറഞ്ഞ തൃശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചതെങ്കിൽ അത് ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. എന്തൊക്കെ കഥകളാണ് ഇവർ എന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്. പൂരം കലക്കി, ചെമ്പ് കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി, ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി എന്നും വിളിച്ചു. ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ച് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുന്നത്. ചത്ത ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ പോലും കൊണ്ടുവന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇത്തവണയെങ്കിലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ്. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ അറിയും. ഈ കലുങ്കു സംഗമത്തെ അവർ ഭയപ്പെടുന്നു. എന്ത് വക്രം എഴുന്നള്ളിച്ചും ഇത് ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും. എനിക്കതിൽ വിഷമമില്ല. ഞാൻ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ച പോലെ പറഞ്ഞത്. എയിംസ് എവിടെ സ്ഥാപിക്കുമെന്ന വിവാദത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചു. എയിംസിനെ സംബന്ധിച്ച് 2015 മുതൽ എന്താണോ എൻ്റെ നിലപാട് അത് ഞാൻ ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. എവിടെയോ അവർ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ അങ്ങ് ചെയ്തേക്കൂ എന്ന് കേരള സർക്കാരിനെ പറയാൻ ഒക്കത്തില്ല. എയിംസ് എന്ന ഉൽപ്പന്നം ഇവിടെ വന്നാൽ ആ പ്രദേശത്തെ ആകമാനം ഉയർത്തുകയും അതിൻ്റെ ഗുണം സംസ്ഥാനത്തിന് മൊത്തമായി ലഭിക്കുകയും ചെയ്യും. പാർലമെന്റിലും ഇതുതന്നെയാണ് പറഞ്ഞത്. എയിംസ് വരുമെന്ന് പറഞ്ഞെങ്കിൽ അത് വരും എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹം പിന്നീട് പറഞ്ഞത് താൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രജകളോട് മാത്രമാണ് എന്നാണ്. അതിൽ തെറ്റൊന്നുമില്ലെന്ന് കാണിക്കാൻ അടുത്തിരുന്ന BJPക്കാർ ഉടനെ കൈയടിക്കുകയും ചെയ്തു. ജാതിമതത്തിൻ്റെ അതിരുവരമ്പുകൾ ആ പ്രജകൾക്ക് മുന്നിൽ താൻ തീർത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആകെ ഒരു സിനിമയാണ് ഈയിടെ ചെയ്തത്. ആ കാശ് മൊത്തം സഹായങ്ങൾ ചെയ്തു. ഇതുവരെ MP ആയി മേടിച്ച ശമ്പളം തൊട്ടിട്ടില്ല. എല്ലാം പാവങ്ങളുടെ കഞ്ഞി പാത്രത്തിലേക്കാണ് ഇട്ടത്. ശമ്പളം അനക്കാതെ ബാങ്കിൽ ഇടും. അത്രയും തുല്യമായ പണിയെടുത്ത് സമ്പാദിച്ച കാശ് കൊണ്ട് പാവങ്ങളെ സഹായിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPMകാർ തൊട്ടിപ്പിരിവ് നടത്തിയാണ് വേലായുധൻ ചേട്ടനെ സഹായിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിൻ്റെ ശമ്പളം അതുപോലെ ബാങ്കിലിട്ട് തുല്യമായ തുക കൊണ്ട് സഹായം ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാകാത്തൊരു കാര്യമാണ്. സുരേഷ് ഗോപി സാർ പറഞ്ഞ ഈ പാവം പ്രജകൾ അടക്കുന്ന നികുതി പണമാണ് ഈ തമ്പ്രാക്കന്മാർക്ക് ശമ്പളമായി കിട്ടുന്നത്. പല പേരിലുള്ള ടാക്സുകൾ അടക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമാണ്. ദയവായി മന്ത്രി സാർ ഈ പ്രജകൾ എന്ന പ്രയോഗം അവസാനിപ്പിക്കണം. നിങ്ങളുടെ ആഠ്യത്വം അല്ലെങ്കിൽ ജന്മിത്വം നിറഞ്ഞ ഭാഷയാണ് നിങ്ങൾ ചെയ്യുന്ന ചെറിയ നന്മകളെ ഇല്ലാതാക്കുന്നത്. സുരേഷ് ഗോപി ഒരിക്കലും ഒരു മോശം വ്യക്തിയാണെന്ന് അഭിപ്രായമില്ല. പക്ഷേ പ്രജകൾ, തൊട്ടിപ്പിരിവ്, കഞ്ഞിപ്പാത്രം മുതലായ പ്രയോഗങ്ങൾ അങ്ങേയറ്റം മോശമാണ്. സാർ കഞ്ഞിപ്പാത്രത്തിലേക്ക് ഭിക്ഷ ഇടുന്നതിന് മുന്നേയും ഇവിടെ പാവങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ജീവിച്ചിരുന്നു. 1 രൂപ കൊടുത്തിട്ട് 100 രൂപയുടെ പബ്ലിസിറ്റി കൊടുക്കുന്ന പരിപാടി ആദ്യം അവസാനിപ്പിക്കണം. അതേപോലെ പഴയ രാജഭരണം മാറി ഇന്ത്യയിൽ ജനാധിപത്യമാണെന്നും താങ്കൾ ഓർക്കണം. താങ്കൾ ഇന്ത്യയുടെ മന്ത്രിയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്നാൽ താങ്കൾ കേരളത്തിൻ്റെ മന്ത്രി കൂടിയാണ്. ആ മന്ത്രിസ്ഥാനത്തേക്ക് തൃശ്ശൂർക്കാരുടെ വോട്ട് കൊണ്ടാണ് എത്തിപ്പെട്ടത്. ഇവിടെ രാജാവും പ്രജയും ഇല്ല. മന്ത്രി എന്നതൊരിക്കലും രാജാവുമല്ല. അഥവാ ആണെന്ന ധാരണ ഉണ്ടെങ്കിൽ തന്നെ ആ സ്ഥാനം നിങ്ങൾക്ക് തന്നത് ഇവിടുത്തെ ജനങ്ങളാണെന്നും ഓർക്കുക. താങ്കൾ അടങ്ങുന്ന നരേന്ദ്രമോദി സർക്കാരിനെ സൃഷ്ടിച്ചതും ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. താങ്കളുടെ കലുങ്ക് സംവാദത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഒരാൾ ഇട്ട ഒരു കമൻറ്റ് കൂടെ ഒന്ന് കാണുക. അതിൽ എല്ലാമുണ്ട്.